ഹലോ മക്കളെ, പ്ലസ് വൺ ക്ലാസ്സുകൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. പ്ലസ് വൺ ക്ലാസ് ആരംഭിക്കുമ്പോൾ എല്ലാ മക്കളും ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, മാത്സിനകത്ത് പഠിക്കാനുള്ളത് 14 പാഠങ്ങളാണ്. എണ്ണം പറഞ്ഞ 14 പാഠങ്ങൾ. ഈ കാണുന്ന 14 ചാപ്റ്റേഴ്സിലെ ആദ്യ പാഠമാണ് സെറ്റ്സ്. ബോർഡ് എക്സാമിന് 7 മാർക്കിന് ചോദിക്കുന്ന ചാപ്റ്റർ. വളരെ സുഖമായിട്ട് 7 മാർക്കും നേടാൻ വേണ്ടി സാധിക്കുമെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഉറപ്പ് പറയുന്നു. എല്ലാ മക്കളും പ്ലസ് വൺ ക്ലാസ്സിൽ പ്രവേശിക്കുമ്പോൾ ആദ്യമായിട്ട് എയിമായിട്ട് വെക്കേണ്ടത് ഫുൾ മാർക്കാണ്. മാത്സ് രംഗത്ത് കേവലം A+ അല്ല ലക്ഷ്യം വെക്കേണ്ടത്, 60ൽ 60 എന്ന് പറയുന്ന ഫുൾ മാർക്ക്. 60 മാർക്കിലാണ് നമുക്ക് മാത്തമാറ്റിക്സ് എക്സാമിനേഷൻ ഉണ്ടാവുക. മാത്സ് രംഗത്തുള്ള 60 മാർക്ക് നമ്മൾ ഉറപ്പിക്കുമെന്ന് ഈ സമയം എല്ലാവരും ഉറപ്പിക്കുക. നമ്മൾക്ക് നേടാൻ വേണ്ടി സാധിക്കും, നമ്മൾക്ക് നേടാൻ വേണ്ടി സാധിക്കൂ. നിങ്ങളോടൊപ്പം എക്കാലവും ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും, നിങ്ങൾ ഫുൾ മാർക്കിലേക്ക് നയിക്കുന്നതിനായിട്ട്. സോ ആദ്യമായിട്ട് സെറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആരംഭിക്കുമ്പോൾ എന്താണ് സെറ്റ്സ് എന്നാണ് എല്ലാ മക്കളും മനസ്സിലാക്കേണ്ടത്. ആദ്യമായിട്ട് കോൺസെപ്റ്റ് പഠിക്കണം. ആരാണ് സെറ്റ്സ്, എന്താണ് സെറ്റ്സ്? മാത്സ് പഠിക്കുമ്പോൾ എല്ലാവരും കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ചോദ്യങ്ങൾ എങ്ങനെ വന്നാലും ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്ന് ഞാൻ എല്ലാവരെയും ഉറപ്പിക്കുന്നു. സോ ഇവിടെ ഇങ്ങനെ കുറേ ഡെഫിനിഷൻ ഉണ്ട്. എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ഇതാണ് സെറ്റ്സിൻ്റെ മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ. പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് സംശയമുണ്ടാകാം, എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഇത്ര മാത്രമുള്ളൂ, കുറച്ച് എലമെൻസിനെ അങ്ങോട്ട് എഴുതി വയ്ക്കാം. പച്ചയ്ക്ക് പറഞ്ഞ കുറച്ച് എലമെൻസിനെ എഴുതി വയ്ക്കാം. പക്ഷെ കാര്യമുണ്ട്, ഇവൻ വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നു, എന്താണ് വെൽ ഡിഫൈൻഡ് മീനിങ്? ഇതിൻ്റെ മീനിങ് എന്താണ് വെൽ ഡിഫൈൻഡിൻ്റെ? എല്ലാവരും ഇത്ര മാത്രം ഓർത്ത് വയ്ക്കാം. എന്നോട് ചോദിച്ചാലും നിങ്ങളോട് ചോദിച്ചാലും ലോകത്തിലെ ആരോട് ചോദിച്ചാലും ഉത്തരം സെയിം ആയിരിക്കാം. ഉത്തരം സെയിം ആയിട്ട് വരിക. അതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? വെൽ ഡിഫൈൻഡ് എന്ന് പറയാൻ പറ്റും. ചോദിക്കട്ടെ, ആദ്യ 4 എണ്ണൽ സംഖ്യകൾ നാച്ചുറൽ നമ്പേഴ്സ് ആരാണ്? അതെന്നോട് ചോദിച്ചാലും അത് നിങ്ങളോട് ചോദിച്ചാലും അത് ലോകത്തുള്ള ആരോട് ചോദിച്ചാലും ഉത്തരം സെയിം ആയിരിക്കും. അതാരാ? 1, 2, 3, 4. ഇതാണെന്ത്? ആദ്യ 4 നാച്ചുറൽ നമ്പേഴ്സ്. യാതൊരു സംശയവും ഒരാൾക്കും പോലും ഇതിനകത്ത് ഉണ്ടാവുകയില്ല. എന്ത് ചോദിച്ചാലും ഉത്തരം സെയിം ആയിരിക്കണം. ഇങ്ങനെ വരുന്നവനെ നമ്മൾക്ക് വിളിക്കാൻ വേണ്ടി സാധിക്കും വെൽ ഡിഫൈൻഡ്. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്, ഫസ്റ്റ് 4 നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയാൻ പറ്റും. അത് വെൽ ഡിഫൈൻഡ് ആണെന്ന് പറയാൻ പറ്റും, കാരണം ഉത്തരം സെയിം ആണ്. എൻ്റെ വേറെ ക്വസ്റ്റ്യൻ, ലോകത്തെ ഏറ്റവും ഗംഭീരമായിട്ട് ഫുട്ബോൾ കളിക്കുന്ന ആരാന്ന് ചോദിച്ചു. ഏറ്റവും ഗംഭീരമായ ഫുട്ബോൾ പ്ലെയർ നിങ്ങൾ എന്ത് പറയും? ചിലപ്പോൾ ഇപ്പോൾ ഈ നിമിഷം പറയും, അത് മെസ്സി ആണെന്ന് പറയും, അത് റൊണാൾഡോ എന്ന് പറയും, ചിലപ്പോൾ പറയും നെയ്മർ ആണെന്ന് പറയും. ഞാൻ പറയും ഞാനാ. അതായത് പലർക്കും പല അഭിപ്രായം. എൻ്റെ അഭിപ്രായത്തിൽ ഞാനാണ് ഏറ്റവും ഗംഭീരമായിട്ട് ഫുട്ബോൾ കളിക്കുന്ന ലോകത്തിലെ വ്യക്തി. ഞാൻ പറഞ്ഞപ്പോൾ പറയും തള്ളെന്ന് പറയും, എനിക്കറിയാം. എന്നാൽ തന്നെ അത് പലർക്കും പല അഭിപ്രായമാണെന്ന് എല്ലാവരും മനസ്സിലാക്കണം. അതൊരിക്കലും സെയിം അഭിപ്രായമല്ല. വിച്ച് മീൻസ് ആ പറയുന്നത് ഒരു സെറ്റല്ല, കാരണം അത് വെൽ ഡിഫൈൻഡ് അല്ല. വെൽ ഡിഫൈൻഡ് ആയിക്കണം നമുക്ക് എന്ത് സെറ്റ്സ് എന്ന് വിളിക്കാനായിട്ട്. സോ ലോകത്തെ ഏറ്റവും ഗംഭീരമായിട്ട് ഫുട്ബോൾ കളിക്കുന്ന പ്ലെയേഴ്സിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കാൻ പറഞ്ഞാൽ അത് മനസ്സിലാക്കുക, അത് വെൽ ഡിഫൈൻഡ് അല്ല, കാരണം ആൻസർ പലവർക്കും പലത് ആയിരിക്കും. ഇതാണ് വെൽ ഡിഫൈൻഡ് മീനിങ്. ഇതാണ് മക്കളെ സെറ്റ്സിൻ്റെ മീനിങ്. സോ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സിൻ്റെ കളക്ഷൻ ഒന്നിച്ച് പറയുക, കളക്ഷൻ. അതായത് ഒന്നിച്ച് കുറച്ച് കൂട്ടം ആൾക്കാർ നിൽക്കുന്നു, അവനെ നമുക്ക് എന്ത് വിശേഷിപ്പിക്കാൻ പറ്റും? കളക്ഷൻ എന്ന് പറയാൻ പറ്റും. ഇനി സെറ്റ്സ് നമ്മൾ എലമെൻറ്റ്സ് ഇവിടെ എഴുതി. ഈ പറയുന്ന ഓരോരുത്തരും നമുക്ക് എന്താണ് എലമെൻറ്റ്സ് എന്ന് പറയാൻ പറ്റും. എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഒബ്ജക്ട്സ് എന്ന് പറയാം. അതായത് 1 എന്ന് പറയുന്നത് എലമെൻ്റ് ആണ്, 2 എന്ന് പറയുന്നത് എലമെൻ്റ് ആണ്, 3 എന്ന് പറയുന്നത് എലമെൻ്റ് ആണ്, 4 എലമെൻ്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇവനെ ഒബ്ജക്ട്സ് എന്ന് വിളിക്കാൻ പറ്റും. ചുമ്മാ ഇങ്ങനെ സെറ്റ്സിനെ എഴുതി വിടൽ ആവശ്യം. ഇവൻ ചാടിപ്പോവാതിരിക്കാൻ നമുക്ക് എന്താണ് ഒരു ഓപ്പൺ ക്ലോസ് കേളി ബ്രേസ്. കമ്പ്യൂട്ടറിനകത്ത് എല്ലാവരും കാണാൻ വേണ്ടി സാധിക്കുന്ന ബ്രേസ് ആണ് കേളി ബ്രേസ്. നമ്മൾ കേളി ബ്രേസിൻ്റെ ഉള്ളിൽ വേണം എലമെൻറ്റ്സിനെ എഴുതാൻ ആയിട്ട്. ഇതേ ഇവിടെ കേളി ബ്രേസുകളുണ്ട്. കേളി ബ്രേസിൻ്റെ ഉള്ളിൽ ഞാനിതാ ആദ്യ 4 എണ്ണൽ സംഖ്യകൾ നാച്ചുറൽ നമ്പേഴ്സ് നിങ്ങൾക്ക് വേണ്ടി എഴുതി വെച്ചു. ഒന്നും കൂടി ശ്രദ്ധിക്കണം, കൃത്യമായിട്ട് കോമയിട്ട് ഞാനിതാ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. സെപ്പറേറ്റ് ചെയ്തു. ഇത് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ഇവൻ ഒരു സെറ്റാണെന്ന് വളരെ സുഖമായിട്ട് എല്ലാ മക്കൾക്കും പറയാൻ വേണ്ടി സാധിക്കും. ചോദിക്കട്ടെ, ഇവിടെ ഇതൊരു എക്സാമ്പിൾ, വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അത് സെറ്റാണോ? തീർച്ചയായിട്ടും അതൊരു സെറ്റ് തന്നെയാണ്. എന്തുകൊണ്ടാണ്? വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ് എന്ന് പറയുമ്പോൾ അത് ലോകത്തുള്ള എല്ലാവർക്കും സെയിം ഉത്തരം തന്നെയാണെന്ന് പറയാൻ വേണ്ടി സാധിക്കും. അത് ലോകത്തുള്ള എല്ലാവർക്കും എന്താണ് സെയിം ആൻസർ തന്നെയാണ് നൽകുന്നത്. AEIOU കഴിഞ്ഞു, സെയിമാ. സോ ഇറ്റ്സ് എ സെറ്റ്. അപ്പോൾ സെറ്റ്സിൻ്റെ കൂടുതൽ എക്സാമ്പിൾസ് പരിശോധിക്കാം.
NCERT ബുക്കിനകത്തുള്ള ഒന്നാമത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അതിനു മുമ്പ് എല്ലാ മക്കളും നോക്കുക, സൈലത്തിനകത്ത് പഠിച്ച 18 വിദ്യാർത്ഥികൾക്കാണ് കഴിഞ്ഞ തവണ ആലോചിക്കുക +1 എക്സാമിനേഷൻ അതിഗംഭീരമായിട്ട് ഡിഫിക്കൽട്ട് ആയിരുന്നു എന്ന് കേരളം മൊത്തം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചർച്ച ചെയ്താലും സൈലത്തിന്റെ അഗ്നി ബാച്ചിൽ പഠിച്ച 18 വിദ്യാർത്ഥികൾക്കാണ് കഴിഞ്ഞ തവണ ഫുൾ മാർക്ക് ലഭിച്ചത്. അതായത് 520-ൽ 520. ഒരു വിഷയത്തിലല്ല, 2 വിഷയത്തിലല്ല, എല്ലാ വിഷയത്തിലും ഫുൾ മാർക്ക്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഓർ കമ്പ്യൂട്ടർ സയൻസ്, ഇംഗ്ലീഷ് ആൻഡ് സെക്കൻഡ് ലാംഗ്വേജ്, ഇങ്ങനെ പറയുന്ന എണ്ണം പറഞ്ഞ 6 വിഷയത്തിലും അവർക്ക് ഫുൾ മാർക്ക് ലഭിച്ചു. അങ്ങനെ 18 പേരാണ് സൈലത്തിനകത്ത് കഴിഞ്ഞ കൊല്ലം പഠിച്ചിറങ്ങിയത്. നിങ്ങൾക്കുമാകാം ഇത്തരത്തിൽ ഫുൾ മാർക്ക് നേടുന്ന വിദ്യാർത്ഥി. അതിന് എല്ലാ മക്കളും അഗ്നി ബാച്ച് ജോയിൻ ചെയ്യും. ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു, 99% മാർക്ക് നേടിയ 300 മേലെ വിദ്യാർത്ഥികളാണ് സൈലത്തിന്റെ അഗ്നി ബാച്ച് പഠിക്കുന്നത്. 99% മേലെ. സോ അത്രമേൽ എഫക്റ്റീവായിട്ടാണ് സൈലത്തിന്റെ അഗ്നി ബാച്ച് ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. അഗ്നി ബാച്ചിലെ വിദ്യാർത്ഥികൾ ഈ കാണുന്ന വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വീഡിയോന്റെ കമന്റ് ബോക്സിൽ അഗ്നി ബാച്ചിന്റെ പവർ തെളിയിക്കണം. എങ്ങനെയാണ് അഗ്നി ബാച്ചിൽ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്, ഓരോ ക്ലാസ്സുകളും എത്രമേൽ ഗംഭീരമാണെന്ന് നിങ്ങളാണ് ഈ കാണുന്ന കമന്റ് ബോക്സിനകത്ത് പറയേണ്ടത്. സോ മുന്നോട്ട് പോകുന്നു മക്കളെ, സെറ്റ്സിന്റെ കുറച്ച് കാര്യങ്ങളിലേക്ക് പോകുന്നു. ആൻഡ് ദർ ഇസ് വൺ വാട്സ്ആപ്പ് ചാനൽ. ഞങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് ഒരു വാട്സ്ആപ്പ് ചാനലുമുണ്ട്. വാട്സ്ആപ്പ് ചാനൽ ലിങ്ക് നമ്മുടെ ഈ കാണുന്ന വീഡിയോയുടെ താഴെയുള്ള കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എല്ലാ മക്കളും ഇപ്പോൾ തന്നെ ആ കാണുന്ന ചാനൽ ജോയിൻ ചെയ്യൂ. നമുക്കൊന്നാണ് ഒന്നിച്ച് സംവദിച്ച് ഒന്നിച്ച് തന്നെ മുന്നോട്ട് പോവാം. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. സെറ്റ്സിനകത്ത് ഉള്ള ആൾക്കാരുണ്ട്. നേരത്തെ 1 2 3 4 പറഞ്ഞല്ലോ. അവൻ എന്ത് വിളിക്കും? ഒബ്ജക്ട്സ് എന്ന് വിളിക്കും, എലമെന്റ്സ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ മെമ്പേഴ്സ് ഓഫ് ദി സെറ്റ് അങ്ങനെ പറയാം. അടുത്ത എന്താണ്? നമ്മൾ സെറ്റ്സിന് പേരിടണം. ഓട്ടോമാറ്റിക്കലി ഒരു കുട്ടി ജനിക്കുമ്പോൾ നമ്മൾ ആ കുട്ടിക്ക് പേരിടാറുണ്ട്, സംശയമില്ല. എൻ്റെ പേര് അഫ്നാസ്ത, നിങ്ങൾക്ക് അതേപോലെ പേരുണ്ട്. അപ്പോൾ കുട്ടിക്ക് പേരിടുമ്പോൾ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഇതാ ആദ്യ 4 എണ്ണൽ സംഖ്യകൾ ഞാൻ പറഞ്ഞിരുന്നു. ഈ പറയുന്ന എണ്ണൽ സംഖ്യകളെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് പേരിടുക. അതെ, എ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ പേരിടാം. പൊതുവെ എന്ന് കരുതി സ്മോൾ ഉപയോഗിച്ചുകൊണ്ട് വെച്ചല്ല, പൊതുവെ നമ്മൾ എന്താണ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് സെറ്റ്സിനെ പേരിടാൻ വേണ്ടി ഉപയോഗിക്കുക. എ എന്ന് പറയും, ബി എന്ന് പറയും, സി എന്ന് പറയും, ഡി എന്ന് പറയും, ഇ എന്ന് പറയും. അങ്ങനെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ച് പേരിടാവുന്നതാണ്. അതെ, ബി ഈക്വൽ ടു എ ഇ ഐ ഒ യു. ഇങ്ങനെ നമുക്ക് എന്താ പേരിടാൻ വേണ്ടി സാധിക്കും. ഇത് കേളി ബ്രേസ് ആണോ? എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒന്ന് ചോദിക്കാം. ഓക്കെ, ഇത് കേളി ബ്രേസ് ആണ്. അപ്പോൾ എല്ലാവർക്കും എന്ത് മനസ്സിലാക്കാൻ പറ്റി? ഇങ്ങനെയാണ് നമ്മൾ സെറ്റ്സിനെ പേരിടുക. പൊതുവെ സെറ്റ്സിനകത്തുള്ള ആൾക്കാരെ നമ്മൾ ഈ തരത്തിലുള്ള ആൽഫബറ്റ്സ് വരുമ്പോൾ സ്മോൾ ലെറ്റേഴ്സിനാണ് ഡിനോട്ട് ചെയ്യുക. ഞാൻ വീണ്ടും പറയുന്നു, പൊതുവെ. ഓക്കെ, എന്ന് കരുതി ക്യാപിറ്റൽ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന് എവിടെയും എഴുതിയിട്ടില്ല. ഞാൻ മുന്നോട്ട് പോകുന്നു, അടുത്തേക്ക് പോകുന്നു. എല്ലാവരും ശ്രദ്ധിക്കാം. സെറ്റ്സിനകത്ത് ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ നമുക്കവനെ ബിലോങ്സ് ടു എന്ന് പറയാൻ വേണ്ടി സാധിക്കും. സെറ്റിനകത്ത് ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ബിലോങ്സ് ടു. ദേ 1 എന്ന് പറയുന്ന ഒരു എലമെന്റ് എൻ്റെ സെറ്റ് എയിൽ ഉണ്ട്. സോ എന്ത് പറയാൻ പറ്റും? 1 ബിലോങ്സ് ടു എ. 1 ബിലോങ്സ് ടു എ. അല്ലെങ്കിൽ എന്ത് പറയാൻ പറ്റും? 1 എലമെന്റ് ഓഫ് എ. 2 രീതിക്ക് പറയാം. 1 എന്ന് പറയുന്ന എലമെന്റ് ഇതാ എൻ്റെ സെറ്റ് എയിൽ ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും 1 ബിലോങ്സ് ടു എ, അല്ലെങ്കിൽ 1 എലമെന്റ് ഓഫ് എ. ബിലോങ്സ് ടുവിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഇ എന്ന് പറയുന്ന ഒരു സിമ്പിളാണിത്. ഇങ്ങനെ ഇ. നിങ്ങൾ എപ്സിലോൺ കണ്ടു കാണും. എപ്സിലോൺ, ഈ പറയുന്ന ഒരു എപ്സിലോണിന്റെ സിമ്പിളാണ് നമ്മൾ എന്ത് ബിലോങ്സ് ടുവിന് കൊടുക്കുന്നത്. എപ്സിലോൺ. എല്ലാവരും ഓർത്തിരിക്കുക, എപ്സിലോൺ. ഇതാണ് ബിലോങ്സ് ടുവിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത്. ഞാൻ നേരെ തന്നെ നിങ്ങളിലേക്ക് ഒരു ചോദ്യം ചെയ്യുന്നു. ഇതാണ് ആ ഒരു ചോദ്യം. ഇവിടെ ബിലോങ്സ് ടുവും നോട്ട് ബിലോങ്സ് ടു, അതായത് ബിലോങ് ചെയ്യുന്നില്ല. നോട്ട് ബിലോങ്സ് ടുവിൻ്റെ സിമ്പിൾ ഇത്ര മാത്രമാണ്. എപ്സിലോൺ എഴുതുക, ഒരു വെട്ടിടുക. ഇതാണ് മക്കളെ നോട്ട് ബിലോങ്സ് ടുവിൻ്റെ സിമ്പിൾ. സോ ബിലോങ്സ് ടു എന്ന് പറയുമ്പോൾ എപ്സിലോൺ, ആൻഡ് നോട്ട് ബിലോങ്സ് ടു എപ്സിലോൺ എഴുതുക, ഒരു വെട്ടിടുക. അപ്പോൾ ഇതിനകത്ത് ഏതെല്ലാമാണ് ബിലോങ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതെല്ലാമാണ് എലമെന്റ് ആയിട്ട് വരുന്നത്? 5 എന്ന് പറയുന്നവൻ സെറ്റിനകത്ത് ഉണ്ടോ? 5 എന്ന് പറയുന്നവൻ സെറ്റിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? 5 ബിലോങ്സ് ടു എ എന്ന് പറയാൻ പറ്റും. സെറ്റിൽ ഇല്ലെങ്കിലോ ഡസ് നോട്ട് ബിലോങ്, അവൻ ഇല്ല എന്ന് പറയാൻ പറ്റും. 5 സെറ്റിൽ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. സോ 5 ബിലോങ്സ് ടു എ, അല്ലെങ്കിൽ 5 എലമെന്റ് ഓഫ് എ. രണ്ടും പറയാൻ വേണ്ടി സാധിക്കും. എലമെന്റ് ഓഫ് എ എന്നോ അല്ലെങ്കിൽ ബിലോങ്സ് ടു എന്നോ രണ്ടും വർക്കൗട്ട് ആകും. ഞാൻ മുന്നോട്ട് പോകുന്നു. 8 മക്കളെ, 8 എയിലുണ്ടോ? 8 എന്ന് പറയുന്ന എലമെന്റ് നിങ്ങൾക്ക് സെറ്റിനകത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. വിച്ച് മീൻസ് 8 is not an element of a
ഡസ് നോട്ട് ബിലോങ്സ് ടു എ ഈ എഴുതി വിട്ടിട്ടു. ഡസ് നോട്ട് ബിലോങ്സ് ടു എ. 0 ഉണ്ടോ? 0 എന്ന് പറയുന്നത് നമ്മുടെ സെറ്റിനകത്ത് ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. സോ 0 ഡസ് നോട്ട് ബിലോങ്സ് ടു എ. 4 ഉണ്ടോ? യെസ്, 4 എന്ന് പറയുന്നവരിതാ നമ്മളുടെ സെറ്റിനകത്തുണ്ട്. 4 ബിലോങ് ചെയ്യുന്നുണ്ട്, വിച്ച് മീൻസ് 4 ബിലോങ്സ് ടു എ. സോ ഉണ്ടെങ്കിൽ ബിലോങ്സ് ടു ആണ്, ഇല്ലെങ്കിലോ ഡസ് നോട്ട് ബിലോങ്സ് ടു എന്നാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്. ആൻഡ് 2 എന്താ? 2 എന്ന് പറയുന്നവനിതാ സെറ്റിനകത്ത് ഉണ്ട്. 2 ബിലോങ്സ് ടു എ. 2 എന്താണ്? ഏനകത്ത് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. സോ 2 ബിലോങ്സ് ടു എ. ആൻഡ് 6th ക്വസ്റ്റ്യൻ, അത് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളെല്ലാവരും ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും ഈ പറയുന്ന 6ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്, ബിലോങ്സ് ടു ആണോ ഓർ ഡസ് നോട്ട് ബിലോങ്സ് ടു ആണോ. സെറ്റ്സ് പറഞ്ഞു. നമ്മൾ സെറ്റ്സ് പറയുമ്പോൾ വെൽ ഡിഫൈൻഡ് ആയിരിക്കണം എന്ന് പറഞ്ഞു. ഇതാ കുറച്ച് എക്സാമ്പിൾസ്. നിങ്ങൾ പറയണം ഇതിൽ ഏതൊക്കെയാണ് സെറ്റ്സ് ആവുക, ഏതൊക്കെയാണ് സെറ്റ്സ് അല്ലാതിരിക്കുക എന്ന്. ഓരോന്നും പരിശോധിക്കാം. 1ാമത്തെ കാര്യം, ഫസ്റ്റ് വൺ, സെറ്റ്സ് ആണോ നോക്കാം. ദി കളക്ഷൻ ഓഫ് ഓൾ months of an year beginning with letter J. ലെറ്റർ ജെ വെച്ചിട്ട് ആരംഭിക്കുന്ന മന്ത്സിന്റെ കളക്ഷൻ അത് സെറ്റ് ആണോ അല്ലയോ ആലോചിച്ചാൽ. ഒബ്വിയസ്ലി ജനുവരി, ജൂൺ, ജൂലൈ 3 മാസമുള്ളൂ. അതെന്നോട് ചോദിച്ചാലും നിങ്ങളോട് ചോദിച്ചാലും എല്ലാവർക്കും സെയിം ആൻസർ അല്ലേ, മാറ്റമില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും നമുക്ക് എന്താണ് സെയിം ആൻസർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ഈ പറയുന്ന ലെറ്റർ ജെ വെച്ച് ആരംഭിക്കുന്ന മന്ത്സിന്റെ കളക്ഷൻ, യെസ് ഇറ്റ് ഈസ് എ സെറ്റ്. ഇറ്റ് ഈസ് വെൽ ഡിഫൈൻഡ്. അതൊരു വെൽ ഡിഫൈൻഡ് ആണെന്ന് പറയാൻ വേണ്ടി സാധിക്കും, വിച്ച് മീൻസ് ഇറ്റ് ഈസ് എ സെറ്റ്. ഞാൻ മുന്നോട്ട് പോകുന്നു. ദി കളക്ഷൻ ഓഫ് 10 മോസ്റ്റ് ടാലന്റഡ് റൈറ്റേഴ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള 10 എഴുത്തുകാരും. അത് സെറ്റായിരിക്കും. അത് അഭിപ്രായം അനുസരിച്ച് മാറില്ലേ. എൻ്റെ അഭിപ്രായത്തിൽ ഉള്ള 10 പേരായിരിക്കില്ല നിങ്ങളുടെ അഭിപ്രായത്തിലുള്ള 10 പേര്. ഓക്കെ, ചിലപ്പോൾ എന്താണ് അത് ടേസ്റ്റ് അനുസരിച്ച് എന്താണ് അത് മാറിക്കൊണ്ടിരിക്കാം. സോ ഒരിക്കലും നമുക്ക് എന്താണ് ഇത് വെൽ ഡിഫൈൻഡ് അല്ല എന്ന് പറയാൻ വേണ്ടി സാധിക്കും. ഇത് അഭിപ്രായം അനുസരിച്ച് വരുന്നതാണ്. സോ ഇറ്റ് ഇസ് നോട്ട് വെൽ ഡിഫൈൻഡ്, ഇറ്റ് ഇസ് നോട്ട് എ സെറ്റ്. അപ്പോൾ ഇതാ ഇറ്റ് ഇസ് നോട്ട് വെൽ ഡിഫൈൻഡ്. മുന്നോട്ട് പോകുന്നു. എ ടീം ഓഫ് 11 ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മെൻ ഓഫ് ദി വേൾഡ്. ഇത് കേൾക്കുമ്പോൾ ഉറപ്പായിട്ടും പറയും, എല്ലാവരും പറയും കോഹ്ലിയാണ് ഏറ്റവും ബെസ്റ്റ് ബാറ്റ്സ്മാൻ എന്ന് പറയും. പക്ഷെ നമുക്ക് എന്താണ് ഒരുപാട് ബെസ്റ്റ് ബാറ്റ്സ്മെൻസ് ഉണ്ട്. ആ കാണുന്ന 11 എന്ന് പറയുന്നത് പലവർക്കും പല അഭിപ്രായങ്ങൾ ആയിരിക്കാം. ചിലവർ ലിസ്റ്റിൽ എന്താണ് കോഹ്ലി ഉണ്ടാവും, ചിലവർ ലിസ്റ്റിൽ കോഹ്ലി ഉണ്ടാവില്ല. ചിലർ ലിസ്റ്റിൽ സച്ചിൻ ഉണ്ടാകും, ചിലർക്ക് എന്താണ് സച്ചിൻ ഉണ്ടാവുകയില്ല. ചിലർക്ക് ധോണി ഉണ്ടാവും, ചിലർക്ക് ധോണി ഉണ്ടാവില്ല. അങ്ങനെ ലിസ്റ്റുകൾ മാറിക്കൊണ്ടിരിക്കാം. അത് അഭിപ്രായം അനുസരിച്ച് ആ കാണുന്ന ലിസ്റ്റുകൾ മാറിക്കൊണ്ടേയിരിക്കാൻ വേണ്ടി സാധിക്കും. എനിവേ കോഹ്ലിയും ധോണിയും സച്ചിനുമെല്ലാം ബെസ്റ്റ് ബാറ്റ്സ്മാൻ തന്നെയാണ്. പക്ഷേ ആ ലിസ്റ്റ് എന്താണ് കൺട്രി ടു കൺട്രി ചിലപ്പോൾ മാറാം, പേഴ്സൺ ടു പേഴ്സൺ മാറാം. സോ അത് അഭിപ്രായം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കാം. എ കളക്ഷൻ ഓഫ് ഓൾ ബോയ്സ് ഇൻ യുവർ ക്ലാസ്. നിങ്ങളുടെ ക്ലാസ്സിലെ ആൺകുട്ടികളുടെ കളക്ഷൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു സ്കൂൾ എടുത്തു. ആ സ്കൂളിലെ +1 ക്ലാസ്സിന് +1A ഡിവിഷൻ എടുത്തു. A ഡിവിഷനിലെ ആൺകുട്ടി അത് മാറും? ഒരിക്കലും മാറില്ല. നിങ്ങളുടെ ക്ലാസ്സിലെ ആൺകുട്ടികളുടെ കളക്ഷൻ എടുക്കുമ്പോൾ അതെക്കാലം എന്താണ് സെയിം ആയിരിക്കും. എല്ലാവർക്കും എന്താണ് അത് സെയിം ആയിട്ടായിരിക്കും ലഭിക്കുക. നിങ്ങളുടെ ക്ലാസ്സിലെ ആൺകുട്ടികളുടെ ലിസ്റ്റ് എന്താണ് അതെല്ലാവർക്കും സെയിം ആയിരിക്കും. അതൊരിക്കലും മാറില്ല. ഇറ്റ് ഈസ് വെൽ ഡിഫൈൻഡ് എന്ന് പറയാൻ വേണ്ടി സാധിക്കും. ആൻഡ് മുന്നോട്ട് പോകുന്നു. കളക്ഷൻ ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 100. 100-നേക്കാളും താഴെയുള്ള എണ്ണൽ സംഖ്യകൾ ഏതൊക്കെയാ? 1, 2, 3, 4 അങ്ങനെ 99 വരെയാണ് ഉണ്ടാവുക. സോ 99 വരെ ലഭിച്ചു മക്കളെ. അതെല്ലാവർക്കും സെയിം ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം 1, 2, 3 etc. 99 ആണ് ഉണ്ടാവുക. വിച്ച് മീൻസ് ഇറ്റ് ഈസ് വെൽ ഡിഫൈൻഡ്. ആൻഡ് മൂവിങ് ഓൺ. എ കളക്ഷൻ ഓഫ് നോവൽസ് റിട്ടൺ ബൈ ദ റൈറ്റർ മുൻഷി പ്രേംചന്ദ്. മുൻഷി പ്രേംചന്ദ് എഴുതിയ നോവൽസിന്റെ കളക്ഷൻ സെറ്റ് ആകുമോ? ആകില്ലേ? മക്കളെ, ഡോക്ടർ മുൻഷി പ്രേംചന്ദ് അദ്ദേഹം എഴുതിയ ബുക്ക് എന്ന് പറയുന്നത് അത് ലിസ്റ്റ് ഓഫ് ബുക്സാ, അത് മാറില്ല. ഇപ്പോൾ ചേതൻ ഭഗത്ത് എഴുതിയ ബുക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ചേതൻ ഭഗത്തെ കുറച്ചുകൂടി കംഫർട്ടബിൾ ആവുക. അപ്പോൾ ഈ ചേതൻ ഭഗത്ത് എഴുതിയ പുസ്തകത്തിന്റെ കളക്ഷൻ അതൊരിക്കലും മാറൂലല്ല. ബഷീറിന്റെ നോവലുകൾ മാറില്ല. എന്താ അത് ബഷീറിന്റെ നോവൽ എന്താണ് അതൊരു 5 ഉണ്ടാവും. അത് മാത്രമാണ് നമ്മൾ എഴുതി വെക്കേണ്ടത്. അതെല്ലാവർക്കും സെയിം ആയിരിക്കും. യാതൊരു മാറ്റവും എന്താണ് നമുക്ക് അതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കില്ല. വിച്ച് മീൻസ് ഓപ്ഷൻ 6th ക്വസ്റ്റ്യൻ ഇറ്റ്സ് എ സെറ്റ്. ആൻഡ് ദ ലാസ്റ്റ് വൺ,
നിങ്ങൾക്ക് ഞാൻ വിടുന്നു അത് സെറ്റ് ആണോ അല്ലയോ എന്ന് ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് തരുന്നു. അപ്പം എല്ലാ മക്കളും എന്താണ് ഈ കാണുന്ന ഹോംവർക്കിൻ്റെ ഉത്തരം താഴെയുള്ള കമൻറ്റ് ബോക്സിനകത്ത് രേഖപ്പെടുത്തുന്നത്. മാത്രമല്ല 2 ഹോംവർക്ക് ഉണ്ടായിരുന്നു, ഇതും നിങ്ങൾക്കുള്ളൊരു ഹോംവർക്ക് തന്നെയാണെന്ന് ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു. ആൻഡ് ഞാൻ വീണ്ടും പറയുന്നു, ഓൾ ബോയ്സ് ഇൻ യുവർ ക്ലാസ്, നിങ്ങളുടെ ക്ലാസ്സിലെ ആൺകുട്ടികൾ അതൊരിക്കലും മാറുകയില്ല. അതാണ് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുക. അത് ക്ലാസ് അനുസരിച്ച് മാറാം. പക്ഷേ നിങ്ങളുടെ ക്ലാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു സ്കൂളിലെ 11A സ്റ്റുഡൻസിലെ ആൺകുട്ടികളുടെ കളക്ഷൻ അതെപ്പോഴും സെയിം ആയിരിക്കുമെന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. നമുക്ക് സെറ്റ്സിൻ്റെ ബാക്കി ഇൻട്രസ്റ്റിംഗ് ഭാഗമായിട്ടുള്ള സെറ്റ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇനിയാണ് ചാപ്റ്റർ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ചാപ്റ്റർ ആരംഭിക്കുന്ന ഏറ്റവും ഗംഭീരമായ പോർഷൻസിലേക്ക് നമുക്ക് മറ്റൊരു വീഡിയോ കണ്ടുമുട്ടാം. Till then, bye-bye all. Thank you all. And signing off, Afnas AK from Xylem Learning. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. Bye-bye all. Thank you.